സാർ ഇങ്ങോട്ട് ഞാൻ വരുമ്പോൾ ഒരു ഷിഗല്ല മരണ വാർത്ത കേട്ടുകൊണ്ടാണ് സാർ വന്നത്. സാർ, ഒരു സർക്കാരിനെ വിലയിരുത്താൻ ഒരു 35 ദിവസം മതിയാകില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ ഒരു സർക്കാർ ഏത് ദിശയിലേക്കാണ് സഞ്ചരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ 35 ദിവസം ധാരാളമാണ് സാർ. ഇവിടെ ഇത്തരം പകർച്ചവ്യാധികൾ വരുന്നത് ഏതെങ്കിലും ഒരു മുന്നണി നയിക്കുന്ന സർക്കാർ ഭരിക്കുന്നത് കൊണ്ടാണെന്ന് കരുതുന്നവരല്ല ഞങ്ങൾ. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധി വരുന്നത് ഏതെങ്കിലും ഭരണാധികാരി ഭരിക്കുന്നത് കൊണ്ടാണെന്ന് കരുതുന്നവരല്ല സാർ ഞങ്ങൾ. ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയുടെ കാഴ്ചപ്പാടല്ല ഞങ്ങളുടെ കാഴ്ചപ്പാട്. പകർച്ചവ്യാധി പകരാതിരിക്കാൻ സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് എന്തൊക്കെ ഇടപെടൽ നടത്താൻ വേണ്ടി സാധിക്കും ആ ഇടപെടലുകൾ നടത്തി മുന്നോട്ട് പോവുക എന്നുള്ള ക്രിയാത്മക പ്രതിപക്ഷത്തിന്റെ ചുമതലയാണ് ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്, നിർവഹിക്കാൻ ഉദ്ദേശിച്ചിട്ടുമുള്ളത്. എന്നാൽ ചില ഗൗരവമേറിയ പ്രശ്നങ്ങൾ, സർക്കാർ തിരുത്തേണ്ട വിഷയങ്ങൾ, അടിയന്തരമായി തിരുത്തി മുന്നോട്ട് പോകേണ്ട പ്രശ്നങ്ങൾ, അത് ചൂണ്ടിക്കാട്ടുക ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് സാർ. ആരോഗ്യ മേഖലയിലെ കേരള മോഡൽ ലോകമാകെ അംഗീകരിച്ചതാണ്. എന്നാൽ ആ കേരള മോഡൽ UDF ഗവൺമെന്റ് കൈവിടുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഈ 35 ദിവസത്തെ ഇടപെടലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് അനുവദിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയാൻ ഞാൻ ആദ്യമേ ആഗ്രഹിക്കുകയാണ്. അത് ഞങ്ങളുടെ മാത്രം അഭിപ്രായമല്ല, കേരളത്തിലെ 100% വരുന്ന ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ്. സർ, മെയ് 20, 2021 LDF ഗവൺമെന്റ് അധികാരമേറ്റപ്പോൾ കോവിഡ് കാലമായി. കോവിഡ് കാലം അധികാരമേറ്റ LDF സർക്കാരിന്റെ ആദ്യ മാസം ജീവൻ രക്ഷിക്കുവാനുള്ള പോരാട്ടത്തിൻ്റെതായിരുന്നു. സാർ, മെയ് 18, 2026 അധികാരത്തിൽ വന്ന UDF സർക്കാരിന്റെ ആദ്യ മാസം ഭരണപരമായ തർക്കങ്ങളുടെയും പ്രഖ്യാപനങ്ങളുടെയും ഭാഗമായി പലരുടെയും മാനം രക്ഷിക്കാനുള്ള മാസമായി മാറി എന്നുള്ളതൊരു വസ്തുതയാണ് സാർ. എന്തെല്ലാം പകർച്ചവ്യാധികളാണ് സാർ കേരളത്തിൽ ഈ മഴക്കാലത്ത് പെരുകുന്നത്. നിപ്പ, എബോള, എംപോക്സ്, ഷിഗല്ല, വെസ്റ്റ്നൽ, ഡെങ്കി, മലേറിയ, കോളറ, അമീബിക് മസ്തിഷ്ക ജ്വരം, കുരങ്ങുപനി എന്നിങ്ങനെ മാരക സ്വഭാവമുള്ള രോഗങ്ങൾ ഉൾപ്പെടെയാണ് കേരളത്തിൽ സ്ഥിരീകരിക്കപ്പെടുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി എബോളയെക്കുറിച്ച് പറഞ്ഞു. ഇനി മണിക്കൂറുകൾ കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ എബോളയുണ്ട് എന്ന് പറയുമോ എന്നുള്ളതാണ് എന്റെ ഭയം എന്നുള്ളത് ഞാൻ അവിടെ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. ഈ 35 ദിവസത്തെ അനുഭവം അതാണ് സാർ. സാർ, പകർച്ചവ്യാധികൾ കേരളത്തിൽ പടരുന്നതിന്റെ കാരണം അത് ആര് ഭരിക്കുന്നു എന്നുള്ളത് നോക്കിയല്ല, എന്നാൽ അവ തടയുന്നതിൽ സർക്കാരിന്റെ കാഴ്ചപ്പാട് എന്ത് എന്നുള്ളതാണ് സാർ പ്രധാന പ്രശ്നം. സാർ, സംസ്ഥാനത്ത് ജൂൺ 1 മുതൽ 19 വരെ 87 മരണം പകർച്ചവ്യാധികൾ ബാധിച്ച് ഉണ്ടായി എന്നുള്ളതൊരു വസ്തുതയാണ്. ഷിഗല്ല 7 മരണം, 133 രോഗബാധിതർ. ഇൻഫ്ലുവൻസ 13 മരണം, 1350 രോഗബാധിതർ. വയറിളക്കം 5 മരണം, 58,031 രോഗബാധിതർ. മസ്തിഷ്കജ്വരം 4 മരണം, 14 രോഗബാധിതർ. മഞ്ഞപ്പിത്തം 4 മരണം, 469 രോഗബാധിതർ. ഡെങ്കിപ്പനി 11 മരണം, 1270 രോഗബാധിതർ. എലിപ്പനി 13 മരണം, 469 രോഗബാധിതർ. അമീബിക് മസ്തിഷ്കജ്വരം 3 മരണം, 13 രോഗബാധിതർ. പനി 2 മരണം, 2,19,988 രോഗബാധിതർ. ടൈഫസ് 1 മരണം, 40 രോഗബാധിതർ. ചിക്കൻ ബോക്സ് 1 മരണം, 1640 രോഗബാധിതർ. പേവിഷബാധ 2 മരണം. വെസ്റ്റിനിൽ മരണമില്ല, 6 രോഗബാധിതർ. എംബോക്സ് മരണമില്ല, ഒരാൾക്ക് രോഗബാധ. സാർ, നിപ്പ മരണമില്ല, ഒരാൾ അത്യാസന്ന നിലയിലാണ്. സാർ, ഇവിടെ 2021 ഡിസംബർ 28 LDF ഭരണകാലത്ത് അന്നത്തെ വടകര MP കൂടിയായ ഇന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസംഗം ഇങ്ങനെയായിരുന്നു സാർ. എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. നിപ്പ പോലെ ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ കേരളത്തിൽ ബാധിക്കുന്നു. വവ്വാലാണത്രേ അത് പരത്തുന്നത്. കെ കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ചപ്പോൾ നാട്ടിൽ വവ്വാൽ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോൾ വവ്വാൽ രോഗം പരത്താൻ കാരണം ഭരിക്കുന്നവർ ശരിയല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഞങ്ങൾ ഈ കാഴ്ചപ്പാടുള്ളവരല്ല സാർ. വ്യക്തിപരമായി മന്ത്രിയെയോ മുഖ്യമന്ത്രിയെയോ ഈ വിഷയത്തിൽ അധിക്ഷേപിക്കാൻ ഞങ്ങളില്ല. അത് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സംസ്കാരമല്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. സാർ, ഇങ്ങോട്ട് വരുമ്പോൾ ചിലര് ചൂണ്ടിക്കാട്ടിയത് തന്നെ ഒരാൾ ആവർത്തിച്ചു പറഞ്ഞു. അത് ഞങ്ങളുടെ നിലപാടല്ല, ആളുകൾ അങ്ങനെയും കരുതുന്നുണ്ട്. ഇന്നത്തെ ആരോഗ്യമന്ത്രിയുടെ അന്നത്തെ ആ പ്രസംഗം ഓർത്തുകൊണ്ടാണ് സാർ പറഞ്ഞത്. ഇത്ര ദീർഘവീക്ഷണമുള്ള
ഒരു രാഷ്ട്രീയ നേതാവ്, ഇതുപോലെ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രസ്താവന നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ലോകത്തില്ല എന്നുള്ളതാണ് സാർ അവർ ചൂണ്ടിക്കാട്ടിയത്. അതിന്റെ ഭാഗമായി ദീർഘവീക്ഷണ സ്ത്രീ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് നൽകണമെന്നുള്ള അഭിപ്രായം പറഞ്ഞു സാർ. ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല, ആ കാഴ്ചപ്പാടിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. അങ്ങനെ മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കാൻ, ഈ വിഷയത്തിൽ അധിക്ഷേപിച്ചു പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. സാർ, കഴിഞ്ഞ ഒരു മാസം കൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഏകോപന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് സാർ? നിപ്പ പരിശോധന ഫലം കോഴിക്കോട് വന്ന ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു നിപ്പ പരിശോധന ഫലം കിട്ടിയിട്ടില്ല. ഉടനെ തന്നെ പരിശോധന ഫലം കിട്ടിയെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ പറഞ്ഞു സാർ. രോഗബാധിതന്റെ നില തൃപ്തികരമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു സാർ. രോഗബാധിതൻ അത്യാസന്ന നിലയിലെന്ന് ജില്ലാ കലക്ടർ ഉടനെ പറയുകയാണ് സാർ. പാലക്കാട് കോളറ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി പറയുന്നു സാർ. മണിക്കൂറുകൾക്കകം DMO പറയുന്നു പാലക്കാട് കോളറ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന്. സർ, ഒരു കണക്കിന് പാലക്കാട്ടുകാർക്ക് ഭാഗ്യമുണ്ട് സാർ, അവിടെ ഒരു DMO എങ്കിലും ഉണ്ടല്ലോ സാർ. കോഴിക്കോട് ഒരു DMO പോലും ഇല്ല സാർ. ഭരണകക്ഷിയിലെ പലരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനുള്ള തിരക്കിലാണ് സാർ. ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗിലെ പഴയ 10 വർഷം മുമ്പുള്ള കൊയ്ത്തുകാലം തിരിച്ചു വരികയാണെന്നാണ് നാട്ടു സംസാരം സാർ. സാർ, ഇവിടെ DHS വിവാദം ഇങ്ങനെ കത്തി നിൽക്കുകയാണല്ലോ സാർ. കഴിഞ്ഞ ദിവസം DHSൽ കേരളം ഉണ്ടായതിനു ശേഷം ഇന്ന് വരെ കാണാത്ത കസേര യുദ്ധം കാണുകയായിരുന്നു സാർ. സാർ ഒരു സിനിമാ പ്രേമിയാണെന്ന് എനിക്കറിയാം. അയാൾ കഥ എഴുതുകയാണെന്ന് സിനിമ കണ്ടിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. മോഹൻലാലിന്റെ അയാൾ കഥ എഴുതുകയാണെങ്കിൽ ശ്രീനിവാസൻ തഹസിൽദാരായി ജോയിൻ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ തഹസിൽദാർ കസേരയിൽ നിന്നും ആ സിനിമയിലെ നായിക മാറിക്കൊടുക്കാത്ത രംഗമുണ്ട് സാർ. അത് ആ വിഷയമുണ്ട് സാർ. അതിന് സമാനമാണ് സാർ. അതിന് സമാനമാണ് സാർ. ആ കസേരക്കളിക്ക് സമാനമാണ് സാർ DHS നടന്നത്. അതിന്റെ നഷ്ടമാർക്കാണ്. അതിന്റെ ഭാഗമായി ഇതിന്റെ ഭാഗമായുള്ള പ്രതിരോധ യോഗം നടത്താൻ സാധിക്കാതെ പോയി സാർ. അതാണ് പ്രശ്നം. അത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പകർച്ചവ്യാധി സംബന്ധിച്ച അതിനിർണായകമായ യോഗം ഇതിന്റെ ഭാഗമായി മാറ്റിവെക്കേണ്ടി വന്നു എന്നുള്ളത് നാണക്കേടല്ലേ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് വരികയാണ് സാർ. സാർ, പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ പോലും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും സർക്കാർ ഒളിച്ചോടുകയാണ്. നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോഴിക്കോട് ഉൾപ്പെടെ മലബാറിൽ 4 ജില്ലകളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരില്ല സാർ. ഇത് ഞാൻ പറയുമ്പോൾ കൈയടിക്കാൻ ട്രഷറി ബെഞ്ചിലുള്ള മലബാറിലെ MLA-മാർക്ക് മടിയുണ്ടെങ്കിലും അവരുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് കൈയടിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് സാർ. ഞാൻ ഉറപ്പായി കരുതുന്നു സാർ. കോഴിക്കോട് UDF-ലെ തമ്മിൽ തല്ല് കാരണം ഒരു മന്ത്രിയില്ല. എന്നാൽ ഒരു DMA എങ്കിലും കോഴിക്കോടിന് തന്നുകൂടെ സാർ? അത് സ്വാഭാവികമായിട്ട് ചോദിക്കുകയാണ്. 2.5 കൊല്ലം കഴിഞ്ഞാൽ ഒരു മന്ത്രിയെ കിട്ടുമെന്നാണ് വാർത്തകൾ. സാർ, ഇനി DMO-യെ കിട്ടാൻ 2.5 കൊല്ലം കാത്തിരിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് സാർ ഞങ്ങളുടെ ഭയം. ഇവിടെ PSC അഡ്വൈസ് ലഭിച്ച ഡോക്ടർമാരെ നിയമിക്കാതിരിക്കുന്ന നില വളരെ ഗൗരവമാണ് സാർ. ഇപ്പൊ ഏറ്റവും അധികം ഡോക്ടർമാരെ നിയമിക്കണ്ടേ? ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സമീപനം സ്വീകരിക്കുന്നത്. സാർ, ഇത് കുറ്റകരമായ അനാസ്ഥയാണ് ഇക്കാര്യത്തിൽ സർക്കാർ കാണിക്കുന്നത്. സാർ, എന്താണ് ഇതിന്റെ പിന്നിലെ താല്പര്യം എന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്നുള്ളത് ചൂണ്ടിക്കാട്ടുകയാണ് സാർ. സാർ, മഴക്കാലത്തിന് മുമ്പ് സ്വീകരിക്കേണ്ട മുൻകരുതലുകളും ശുചീകരണ പ്രവർത്തനങ്ങളും കൃത്യമായി നടപ്പാക്കിയിരുന്നെങ്കിൽ ഇന്നത്തെ സ്ഥിതി ഇത്ര ഗുരുതരമാകുമായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയില്ല സാർ. ടീം UDF ആണല്ലോ. തദ്ദേശ വകുപ്പും ആരോഗ്യ വകുപ്പും പരസ്പരം പഴിയായിരുന്ന എത്രയെത്ര വാർത്തകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടു. കഴിഞ്ഞ കുറെ വർഷങ്ങളെ അപേക്ഷിച്ച് എലിപ്പനിയും ഡെങ്കിപ്പനിയും തിരുവനന്തപുരത്ത് വർദ്ധിച്ച സാഹചര്യമുണ്ടായി. വെള്ളക്കെട്ടുണ്ടായപ്പോൾ യാതൊരുവിധ പ്രതിരോധ പ്രവർത്തനങ്ങളും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് സാർ. ജില്ലാ ഭരണ സംവിധാനവും തദ്ദേശ വകുപ്പുമായും ആരോഗ്യ വകുപ്പിന് ഏകോപനമില്ലാത്ത പ്രശ്നം വരുന്നു സാർ. ഇതിൽ തദ്ദേശ വകുപ്പ് മന്ത്രിയെ ഞാൻ കുറ്റപ്പെടുത്തില്ല സാർ. അദ്ദേഹം ഈ സത്യപ്രതിജ്ഞ ചെയ്ത ഉടനെ തന്നെ PM3 അറബിക്കടലിൽ എറിഞ്ഞതിന്റെ ക്ഷീണത്തിലാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് സാർ. ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ICU-വിൽ കിടന്ന ഒരു രോഗി കോവിഡ് ബാധിച്ച് മരിച്ചു. അതൊരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. തൊട്ടടുത്തുള്ള രോഗിക്ക് കോവിഡ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സാർ പ്രശ്നം. ഇത് പരിശോധിച്ചില്ല എന്നുള്ളതാണ് സാർ പ്രശ്നം. ഇത് ഗൗരവമല്ലേ? അത് ഗൗരവമായ വിഷയമായി നമ്മൾ കാണണം. സംസ്ഥാനത്തെ ഡെങ്കിപ്പനിയും എലിപ്പനിയും വ്യാപകമായിരിക്കുകയാണ്. ഇവ മൂലമുള്ള മരണങ്ങളും ധാരാളമായി സംഭവിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നിപ്പ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ് 5-ാമത്തെ ദിവസമാണ് സാർ മരുന്ന് എത്തിക്കുന്നത്. 5-ാമത്തെ ദിവസം സാർ. ആ മരുന്ന് മറ്റൊരു രോഗത്തിന് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയെങ്കിൽ അതിന്റെ പ്രതിരോധം സംസ്ഥാനത്ത് നേരത്തെ നടത്തിയിരുന്നെങ്കിൽ ഈ മരുന്ന് നേരത്തെ തന്നെ 10 ദിവസം മുമ്പ് വാങ്ങിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു സാർ. അതിന് യാതൊരുവിധ പരിശ്രമവും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല.
ഇവിടെ പ്രതിപക്ഷം ഈ വിഷയം ഉന്നയിച്ചപ്പോഴാണ് സാർ ഈ മരുന്ന് എത്തിച്ചത്. കോഴിക്കോട് മുൻപ് നിപ്പ രോഗവ്യാപനം ഉണ്ടായപ്പോൾ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു. അത് സ്വാഭാവികമാണ് സാർ. ആരോഗ്യവകുപ്പിനും ജില്ലാ ഭരണ സംവിധാനങ്ങൾക്കും ഒപ്പം ചേർന്ന് നിന്ന് രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജനപ്രതിനിധികൾ. എന്നാൽ ഇപ്പോൾ ജനപ്രതിനിധികളെ തടയുന്നത് പിന്നിൽ ഈ സർക്കാരിന്റെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യമുണ്ടോ അത് പരിശോധിക്കണം. നിപ്പ വന്നത് പ്രതിപക്ഷ MLA-യുടെ മണ്ഡലമാണ് സാർ. അത് പൊതുവെ പരിശോധിക്കണം. ഇതിൽ ഭരണകക്ഷി MLA പ്രതിപക്ഷ MLA നോക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചല്ലേ സാർ പോകേണ്ടത്. പകർച്ചവ്യാധി മാത്രമല്ല, ഈ സർക്കാർ വന്നതിന് ശേഷം സർക്കാർ ആശുപത്രികളിൽ നടന്ന ചികിത്സാ പിഴവുകളുടെ കാര്യം കൂടി പറഞ്ഞ് പോകേണ്ടതുണ്ട് സാർ. ചികിത്സാ പിഴവുകളുടെയും അനാസ്ഥയുടെയും പരമ്പരയാണ് നടക്കുന്നത്. ജനം ആഗ്രഹിക്കുന്നതാണ് സാർ ഞാൻ പറയുന്നത്. അതിലാരും പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. കാലുവേദനയെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയ നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിനിയുടെ ഞരമ്പ് മുറിച്ചു മാറ്റുന്ന നിലയുണ്ടായി സാർ ഈ കേരളത്തിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന രോഗിയുടെ ശസ്ത്രക്രിയ കഴിഞ്ഞ് കാലിൽ പുഴുവരിച്ച സംഭവം ഉണ്ടായി സാർ ഈ കേരളത്തിൽ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന കൊല്ലം സ്വദേശി കട്ടിലിൽ നിന്ന് വീണ് മരിക്കുന്ന നില ഈ 35 ദിവസത്തിനുള്ളിൽ ഈ കേരളത്തിലുണ്ടായി സാർ. പാമ്പ് കടിയേറ്റ് രക്തം ഛർദ്ദിച്ച യുവതിക്ക് ചികിത്സ നിഷേധിക്കപ്പെട്ട സംഭവം നടന്നത് പൊന്നാനി താലൂക്ക് ആശുപത്രിയിലാണ് സാർ. ഇനി ഇതൊക്കെ പോട്ടെ സാർ, വിവിധ വകുപ്പുകളിലെ വിവിധ മന്ത്രിമാർ കാരണമാണ് ഏകോപനമില്ലാത്തത് എന്ന് നമ്മൾ കരുതണ്ട സാർ. ശബരിമല ഡ്യൂട്ടിക്ക് ഡോക്ടർമാരെ വേണമെന്ന് പറഞ്ഞ് ദേവസ്വം വകുപ്പ് ആരോഗ്യവകുപ്പിന് കത്തെഴുതി സാർ. ആരോഗ്യവകുപ്പ് തിരിച്ചു പറഞ്ഞു ഡോക്ടർമാരെ തരില്ല. ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയുടെ പേര് ശ്രീ കെ മുരളീധരനാണ് സാർ. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പേരും ശ്രീ കെ മുരളീധരനാണ് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് സാർ. അപ്പൊ മന്ത്രിമാർ വ്യത്യസ്തർ വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതല്ല ഏകോപനത്തിന്റെ പ്രശ്നം. ഒരു മന്ത്രി കൈകാര്യം ചെയ്യുന്ന വ്യത്യസ്ത വകുപ്പുകളിലും ഏകോപനമില്ല എന്നുള്ളത് തന്നെയാണ് സാർ ഇതിന്റെ പ്രശ്നം. സാർ, എന്തുകൊണ്ടാണ് സാർ ലോകം അംഗീകരിച്ച ആരോഗ്യ ജാഗ്രതാ കലണ്ടർ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഈ ജനുവരി 2026 പ്രകാശനം ചെയ്തു എന്ന ഒറ്റ വൈര നിരാധന ബുദ്ധിയുടെ ഭാഗമായി നടപ്പിലാക്കാതെ പോയത്? അത് ചർച്ച ചെയ്യപ്പെടേണ്ട സാർ. എന്തുകൊണ്ടാണത്? എന്തുകൊണ്ടാണ് സാർ? എന്തുകൊണ്ടാണ് 2026 ആരോഗ്യ ജാഗ്രതാ കലണ്ടർ പുറത്തിറക്കാത്ത പ്രശ്നം വന്നത് സാർ? അത് പിൻപറ്റിയിരുന്നെങ്കിൽ ഇതിൽ പലതും പരിഹരിക്കാൻ പറ്റില്ല സാർ. എന്തുകൊണ്ടത് ചെയ്തില്ല സാർ? മെയ് 19 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. മെയ് 19 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഉടനെ ഡ്രൈ ഡേ നടപ്പിലാക്കാനുള്ള നീക്കങ്ങൾ നടത്തേണ്ടിയിരുന്നില്ലേ സാർ? വെള്ളിയാഴ്ച സ്കൂളുകളിലും ശനിയാഴ്ച ഓഫീസുകളിലും ഞായറാഴ്ച വീടുകളിലും വർഷങ്ങളായി ഡ്രൈ ഡേ ആചരിക്കുന്നത് മെയ് 19 അധികാരത്തിൽ വന്ന സർക്കാർ ഉടനെ ചെയ്യാതെ പോയത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ട് വരികയാണ് സാർ. ഇവിടെ വിഷയം കേരള മോഡൽ വിടപ്പെടുന്നു എന്നുള്ളതാണ് സാർ. ഇവിടെ വിഷയം രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ പങ്കാളികളാക്കുന്ന സമീപനം ഇല്ലാതായി എന്നുള്ളതാണ് സാർ. സാർ, ഇവിടെ വിഷയം ജനപ്രതിനിധികളെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് സാർ. സാർ, ഇവിടെ വിഷയം രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഉദ്യോഗസ്ഥ കേന്ദ്രീകൃതമായി മാറി എന്നുള്ളതാണ് സാർ. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഓഫീസിൽ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനുണ്ട്. അത് നിപ്പയേക്കാൾ മന്ത്രി ഭയക്കണമെന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അത് ഭരണകക്ഷി MLA-മാർക്കും അറിയുന്ന കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. സാർ, ഡ്രൈ ഡേ പോലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എത്രയും വേഗത്തിൽ നടപ്പിലാക്കണം സാർ. ലഭ്യമായ കലണ്ടർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള ഇടപെടലുകൾ നടക്കണം സാർ. ഉദ്യോഗസ്ഥരെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിച്ചാൽ പോരാ, ജനപങ്കാളിത്തം അനിവാര്യമാണ് സാർ. നിപ്പ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ പോലും പ്രത്യേക ടീമുകളെ വെക്കാത്തത് ഗൗരവമായി പരിശോധിക്കണം സാർ. ട്രാൻസ്ഫറുകൾ ചട്ടപ്രകാരമാകണം സാർ. മെറിറ്റ് പാലിക്കപ്പെടണം സാർ. ഗൗരവമായി അതിനെ കാണണം സാർ. രോഗബാധിത പ്രദേശങ്ങളിൽ ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർക്കാത്തത് മേലിൽ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം സാർ. ആവശ്യമായ മരുന്നുകളും പ്രതിരോധ സാമഗ്രികളും മുൻകൂട്ടി ശേഖരിക്കണം സാർ. വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനത്തിന്റെ അഭാവം പ്രകടമായത് മുഖ്യമന്ത്രി ഇടപെട്ട് പരിഹരിക്കാൻ ഇനിയെങ്കിലും തയ്യാറാകണം സാർ. ആരോഗ്യ വകുപ്പ്, തദ്ദേശ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ എന്നിവർക്കായി ഫലപ്രദമായ കോർഡിനേഷൻ ഉണ്ടാകണം സാർ. ഒരു കാര്യം കൂടി പറയാം സാർ. ഇവിടെ സാർ, ട്രഷറി ബെഞ്ചിൽ 101 ആളുണ്ട് എന്നുള്ളത് കൊണ്ട് രാഷ്ട്രീയത്തിൽ 35 101-നേക്കാൾ നിയമസഭയിൽ വലുതാണെന്ന് തെളിയിക്കുന്ന നാളുകളാണ് ഇനി സഭയിൽ വരാൻ വേണ്ടി പോകുന്നത് സാർ. അതുകൊണ്ട് ഇത് ഗൗരവമേറിയ വിഷയമാണ്. ഇത് ഗൗരവമേറിയ വിഷയമായി കണ്ടുകൊണ്ട് പകർച്ചവ്യാധി നിയന്ത്രിക്കുന്നതിൽ ഈ സർക്കാർ സമ്പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് സാർ.